എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം അവൽ പായസമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: അവിൽ 2 ഗ്ലാസ് അവിൽ, വെള്ളം ആവശ്യാനുസരണം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ, 1-ാം പാല്, 2-ാം പാല്, അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം, തേങ്ങാക്കൊത്ത്, പിന്നെ ഏലക്കായ പൊടിച്ചത്. ഏലക്കായ ചൂടാക്കി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തത്. പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വെക്കും. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ്. നെയ്യൊന്ന് ചൂടായി നെയ്യ് ചൂടായാൽ അതിലേക്ക് അവിലിടുക. ഇത് 2 ഗ്ലാസ് അവിലെടുത്ത് വെച്ചാണ്. അവിൽ നെയ്യിലൊന്ന് ചെറു ചൂടിലൊന്ന് വഴറ്റി. അവിലൊരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി. അങ്ങനെ ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റുകയൊന്നും വേണ്ട. ഇതിലേക്ക് ഉരുക്കി വെച്ച വെള്ളം ചേർക്കും. വെള്ളമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കും. ഈ വെള്ളത്തിൽ കിടന്ന് അവൽ കുറച്ച് സമയം വഴറ്റും. എന്നാലേ അവലിലേക്കൊക്കെ മധുരം പിടിക്കും ആവശ്യം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കും. അവലിപ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കും. രണ്ടാം പാൽ ഒഴിച്ചിട്ട് അവൽ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റായി. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കും. ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുക. ഈ 1-ാം പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങേൻ്റെ 1-ാമത്തെ പാലാണ്. അത് ഫ്രഷായിട്ട് ആദ്യം തന്നെ ഒന്നും വെള്ളമൊന്നും ഒഴിക്കാണ്ട് കഴുതൊന്നും പിഴിഞ്ഞെടുക്കുക. 2-ാം പാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അതാണ് 2-ാം പാൽ. 1-ാം പാൽ ഒഴിച്ച് ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കൊന്നും വേണ്ട. ഇടക്കൊന്ന് നോക്കുക, അടിക്ക് പിടിക്കുന്നുണ്ടോയെന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിരിക്കും. 1-ാം പാലിൽ കിടന്ന് ഈ അവിൽ നന്നായി തിളച്ചിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടി, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചു, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ചേർക്കാം.
ഇത് മാറ്റി വെക്കുക. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പും ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി ചേർക്കാം. മുന്തിരിയും ഇതിൽ നെയ്യിൽ കിടന്ന് നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയ പായസത്തിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി ചേർക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവിൽ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.